എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൻ്റെ ന്യൂമറിക്കൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ പവർ ഓഫ് എ നമ്പർ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിന് മുന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The resistance R equals V by I, where V equals 100 plus or minus 5 volt and I equals 10 plus or minus 0.2 ampere. Find the percentage error. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പെർസെൻറ്റേജ് എറർ. ആർ ഈക്വൽസ് വി ബൈ ഐ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്, ഓംസ് ലോ ഇക്വേഷൻ ആണ്. അപ്പം വോൾട്ടേജിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള എറർ എത്രയാ? പ്ലസ് ഓർ മൈനസ് 5 ആണ്. കറണ്ടിൽ എത്രയാ? പ്ലസ് ഓർ മൈനസ് 0.2. 10 ആംപിയറിൽ പ്ലസ് ഓർ മൈനസ് 0.2 ആംപിയേഴ്സ് ആണ് എന്ത് എറർ വരാൻ പോകുന്നത്. അപ്പം നമ്മൾ വി ബൈ ഐ എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവിഷനിൽ നമ്മുടെ എറർ, കോമ്പിനേഷൻ ഓഫ് എറർ എന്തായിരുന്നു? ഡിവിഷനിലായാലും മൾട്ടിപ്ലിക്കേഷനിലായാലും റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. സോ ഇവിടെ എന്താ? ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100. ഇതാണല്ലോ നമ്മുടെ പെർസെൻറ്റേജ് എറർ വരിക. അപ്പോൾ ഡെൽറ്റ വി എത്രയാ? വോൾട്ടേജിലുള്ള ചേഞ്ച്, അതാണ് എന്ത്? ഡെൽറ്റ വി. അപ്പോൾ 5 by 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ എത്ര? ഡെൽറ്റ ഐ 0.2 ഡിവൈഡഡ് ബൈ 10 ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ എത്ര വരും? 5 by 100 പ്ലസ് 0.2 by 10 എന്ന് പറഞ്ഞാൽ 2 by 100. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 by 100 എന്ന് വരും. മൾട്ടിപ്ലൈഡ് ബൈ 100, അത്രയും പെർസെൻറ്റേജ്. അപ്പം 5 by 100 പ്ലസ് 2 by 100 എന്ന് പറഞ്ഞാൽ 7 by 100. 7 by 100 into 100 പെർസെൻറ്റേജ്, ദാറ്റ്സ് ഈക്വൽ ടു 7%. അപ്പോൾ വോൾട്ടേജിൽ 5%ഉം കറണ്ടിൽ 2%ഉം എറർ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ എറർ ഇൻ ദ ഓപ്പറേഷൻ ആർ ഈക്വൽസ് വി ബൈ ഐ എത്രയാ? 7% ആയിട്ട് ഇൻക്രീസ് ആവും. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, നമ്മുടെ ഡിവിഷനിൽ ചെയ്തു. അഡീഷൻ്റെ നമുക്കറിയാലോ, അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമ്മുടെ എറേഴ്സ് ആഡ് ആവുകയാണ് ചെയ്യുക. രണ്ടിലും, അഡീഷനിലും സബ്ട്രാക്ഷനിലും എറേഴ്സ് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മെഷർ ഓഫ് ടു ക്വാണ്ടിറ്റീസ് അലോങ് വിത്ത് ദ പ്രിസിഷൻ ഓഫ് റെസ്പെക്റ്റീവ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് 2.5 meter per second plus or minus 0.5 meter per second. B equals 0.1 second plus or minus 0.01 second. Find the value of AB. അപ്പോൾ എ ബി മെഷർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിൽ എറർ കൂടി മെഷർ ചെയ്യണം. അപ്പോൾ എ എത്രയാ? എ ഈക്വൽസ് 2.5 meter per second plus or minus 0.5 meter per second. ഈ മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ബി ഈക്വൽസ് 0.10 സെക്കൻഡ് പ്ലസ് ഓർ മൈനസ് 0.01 സെക്കൻഡ്. അപ്പം നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സിലാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അഡീഷൻ ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് വെലോസിറ്റി ആണ്, മറ്റേത് ടൈമാണ്, അല്ലേ? അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? അപ്പോൾ എ ബി എന്നുള്ളത് നമ്മുടെ എക്സ് എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ ബി. എക്സ് അല്ലെങ്കിൽ സെഡ് ഈക്വൽ എ ബി എന്ന് എടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ ആദ്യം ഫസ്റ്റ് സർട്ടൻ ആയിട്ടുള്ള ടേം. സോ 2.5 ഇൻറ്റു 0.1, അപ്പോൾ എത്ര കിട്ടും? 0.25. അപ്പോൾ ഇവിടെ നമ്മൾ വെലോസിറ്റിയും ഡിസ്റ്റൻസും വെലോസിറ്റിയും ടൈമുമാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ എന്തായിരിക്കും അത്? ഡിസ്റ്റൻസ്, അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വി ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, അല്ലേ? ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് എഴുതേണ്ടത്, 0.25 മീറ്റർ. അതെന്തുകൊണ്ട് നമ്മൾ യൂണിറ്റ് എഴുതുന്നത്? ബാക്കി എല്ലാത്തിലും ടേംസിലും മീറ്റർ പെർ സെക്കൻഡും സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രൊഡക്റ്റ് വാല്യൂവിലും നമ്മൾ യൂണിറ്റ് എഴുതണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്താ? എ ബി എന്നുള്ള ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്ത് പറ്റും? ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു
ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പോൾ ഡെൽറ്റ എ ബൈ എ, ഡെൽറ്റ എ എത്രയാ? 0.5. വെലോസിറ്റിയിലുള്ളത് 0.5 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ എത്രയായിരുന്നു? 2.5 പ്ലസ് ഡെൽറ്റ ബി, ഡെൽറ്റ ബി എത്രയാ? 0.01 ഡിവൈഡഡ് ബൈ 0.1. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.075 ഡിവൈഡഡ് ബൈ 0.25 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ് എന്ത്? ഈ വാല്യൂ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0.075 ഡിവൈഡഡ് ബൈ 0.25 ഇൻറ്റു എക്സ്. ഈ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 0.075 ഡിവൈഡഡ് ബൈ 0.25. എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 0.25. 0.25 ക്യാൻസൽ ആവും. അപ്പോൾ നമ്മുടെ വാല്യൂ എത്രയാവും? 0.075 എന്ന് വരും. അപ്പോൾ 0.075 നമ്മുടെ രണ്ട് ക്വാണ്ടിറ്റീസിലും തന്നിരിക്കുന്ന ഡെസിമൽ പോയിന്റ്സിൽ മാക്സിമം വന്നിരിക്കുന്ന എത്രയാ? 0.01. 2 ഡെസിമൽ പോയിന്റ്സിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 0.08 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? 0.08 മീറ്റേഴ്സ്. ഇത് ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 0.08 മീറ്റേഴ്സ്. അപ്പോൾ എ ബി എന്നുള്ളതിൻ്റെ എററും കണ്ടുപിടിച്ചു, മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടറും കണ്ടുപിടിച്ചു. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ കിട്ടിയ 0.25 മീറ്റർ പ്ലസ് ഓർ മൈനസ് 0.08 മീറ്റേഴ്സ്. ഇതാണ് എന്ത്? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താലേ കിട്ടുന്നത്. സ്പീഡും ടൈമും മെഷർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡിസ്റ്റൻസിൽ വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള എറർ ആണ് എന്ത്? 0.25 മീറ്റർ പ്ലസ് ഓർ മൈനസ് 0.08 മീറ്റർ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ബുക്കിൽ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി വേറൊരു ടൈപ്പ് സ്ക്വയർ റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം നോക്കാം. You measure two quantities as A is equal to 1 meter plus or minus 0.2 meter. B equals 2 meter plus or minus 0.2 meter. What is the correct value of square root of AB? അപ്പോൾ ഇവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനിൽ വന്നത് എ ബി മാത്രമാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് കൂടി വന്നു. ഈ സ്ക്വയർ റൂട്ട് ഓഫ് എ ബിനെ നമുക്ക് എ ബി റേസ് ടു 1/2 എന്ന് എഴുതാം. എ ബി ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പം നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ y ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി. എ എത്രയാ? 1. ആദ്യം തന്ന സർട്ടൻ ആയിട്ടുള്ള ഡിജിറ്റ് ആണ് എന്ത്? എയും ബിയും ആയിട്ട് എടുക്കുക. പിന്നെ ഉള്ളത് ഡെൽറ്റ എ. ബാക്കിയുള്ള പ്ലസ് ഓർ മൈനസിന് ശേഷം വരുന്നത് ഡെൽറ്റ എ അല്ലെങ്കിൽ ഡെൽറ്റ ബി അങ്ങനെ എടുക്കണം. മനസ്സിലായല്ലോ? അപ്പം എ ബി, എ എത്രയാ? 1. 1.0 മൾട്ടിപ്ലൈഡ് ബൈ 2.0. അപ്പോൾ എത്ര കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 2 is equal to 1.414 meters. യൂണിറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതണം. 1.414 മീറ്റർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, രണ്ടിലും ഒരു ഡെസിമൽ പോയിന്റ് വരെ ഉള്ളൂ. അപ്പം നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 1.4 മീറ്റേഴ്സ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി? ഞാനിവിടെ 2 എറർ തന്നതിൽ ഒരു ഡെസിമൽ പോയിന്റ് വരെ വാല്യൂ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെസിമൽ പോയിന്റ് വരെയുള്ള വാല്യൂ എടുത്താൽ മതി. ഓക്കെ, ഇനി ഡെൽറ്റ വൈ ബൈ വൈ, ഇതിവിടെ എ ബി ദ ഹോൾ റേസ് ടു 1/2 ആണ്. അപ്പം അതിന് എറർ പവർ ഓഫ് എൻ എത്ര? എൻ ഡെൽറ്റ എ ബൈ എ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം 1/2 ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. 1/2 എടുത്തത് എങ്ങനെയും മനസ്സിലായി വിചാരിക്കുന്നു. 1/2 ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 1.0 പ്ലസ് 0.2 ഡിവൈഡഡ് ബൈ 2.0. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2.0 എന്ന് വരും. LCM എടുത്ത് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഡെൽറ്റ വൈ കണ്ടുപിടിക്കുക. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 0.6 ബൈ 2 ഇൻറ്റു 2.0 മൾട്ടിപ്ലൈഡ് ബൈ വൈ. വൈ എത്രയാ? 1.4. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം, വെറുതെ ആൻസർ കോപ്പി ചെയ്യരുത്, എഴുതി കാൽക്കുലേറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാല്യൂ കിട്ടുക അപ്രോക്സിമേറ്റ്ലി 0.212 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഒരു ഡെസിമൽ പോയിന്റ് വരെ
എടുക്കേണ്ട ആവശ്യമുള്ളൂ. എറർ തന്നിരിക്കുന്ന ഡെൽറ്റ വാല്യൂസ് തന്നിരിക്കുന്ന ഒരു ഡെസിമൽ പോയിന്റ് വരെ ഉള്ളൂ. അത് കാരണം നമുക്ക് 0.2 meters എന്ന് എഴുതാം. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എ ബിൻ്റെ കറക്റ്റ് വാല്യൂ എത്രയായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു y പ്ലസ് ഡെൽറ്റ y. ദാറ്റ്സ് ഈക്വൽ ടു y എത്രയാ? 1.4 പ്ലസ് ഓർ മൈനസ് 0.2 meters. ഇതാണ് എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് എ ബിൻ്റെ കറക്റ്റ് വാല്യൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ടിനെ നമ്മൾ എ ബി റേസ് ടു 1/2 എന്ന് എഴുതി. ഓക്കെ, അപ്പം 1/2 ടൈംസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു പവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, വേറെ എവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നല്ല, എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇവിടെ P equals a cube b square by square root of c into d. Percentage error of measurement in A, B, C are 1%, 3%, 4% and 2% respectively. What is the percentage error in the quantity P? ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ആ സ്ക്വയർ റൂട്ടിനെ നമുക്കൊന്ന് മാറ്റി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ട് എഴുതാം. P equals a cube b square c raised to minus 1/2 d raised to minus 1. ആ ഡി എന്നുള്ളത് പുറത്താണ്, സ്ക്വയർ റൂട്ടിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പം നമ്മൾ ഡെൽറ്റ പി ബൈ പി എത്രയാണ് വരിക? നമ്മുടെ പവറിൻ്റെ ഫോമുല എന്താ? 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് മൈനസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, അപ്പം ഇതിൻ്റെ എറേഴ്സ് തന്നിട്ടുണ്ട്. 1%, 3%, 4%, 2% തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 3 ഇൻറ്റു, അപ്പോൾ ഇവിടെ മൈനസ് എന്നുള്ളത് നമ്മൾ എറർ എഴുതുമ്പോൾ മൈനസ് എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മളെല്ലാം പോസിറ്റീവാണ്. ഈ റേസ് ടു മൈനസ് 1/2 ഉണ്ടെങ്കിലും എററിൻ്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതാൻ പാടില്ല. ഓക്കെ, സോ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി, അതിൻ്റെ പെർസെൻറ്റേജ് എറർ എത്തി തന്നിരിക്കുന്നത് 3 പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി, അതെത്രയാ? 4 പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി 2. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 3% പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 2 ഇൻറ്റു 3 6% പ്ലസ് 4/2 2% പ്ലസ് 2%. അപ്പോൾ എത്ര വരും? 2 + 2 4 10. അപ്പോൾ നമുക്ക് മൊത്തം 13% എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എറർ എത്രയാണ് വന്നിരിക്കുന്നത്? 13%. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ക്വാണ്ടിറ്റി P? അത് കണ്ടുപിടിച്ചു. If the value of P calculated using the above relation turns out to be 3.763, to what value you round off the result? അപ്പോൾ എത്ര വാല്യൂയിലേക്കാണ് നമ്മളത് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പം P തന്നിരിക്കുന്ന എത്രയാ? P is equal to 3.763. അപ്പോൾ അതിൻ്റെ എറർ എത്രയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ 13% ആണ്. അപ്പോൾ ഡെൽറ്റ പി is equal to 13% of P. That's equal to 13/100 of P. P എത്രയാ? 3.763. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ കിട്ടും 0.489 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 0.48 എന്താ പറയുക 0.489 ആണ് ഈ ഡെൽറ്റ പിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എറർ നമ്മൾ ഫസ്റ്റ് ഡെസിമൽ പ്ലേസിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ ഇവിടെ 0.489 എന്നുള്ളത് 0.5ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 0.5ലേക്ക് ഒരു ഡെസിമൽ പോയിന്റിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ പിന്ന് നമ്മൾ വാല്യൂ എത്ര എഴുതണം? P ഈക്വൽസ് 3.8. ഇവിടെ എറർ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ പി നമ്മുടെ 1 ഡെസിമൽ പോയിന്റിലേക്ക് 0.5 റേഞ്ചിലാണ് വരുന്നത്. അപ്പം നമ്മുടെ പി വാല്യൂവിനെ കറക്റ്റ് റൗണ്ട് ഓഫ് ചെയ്യുമ്പം 3.8ലേക്ക് വരും. 3.76 എന്നുള്ളത് 3.8 എന്നാക്കിയിട്ട് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്.
അപ്പോൾ ബാക്കി കുറച്ചുകൂടി ന്യൂമറിക്കൽസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കി സോൾവ് ചെയ്യുക. വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.